പെട്ടെന്ന് പൃഥ്വിരാജിന് ഓർമ്മ വന്നുകൊണ്ട് എനിക്ക് തുടങ്ങി. എടി നിനക്ക് ഒട്ടകത്തിനെ കാണുമ്പോ പെരിയോനെ പാട്ട് വരുന്നില്ലേ? നല്ലൊരു ഉറക്കത്തിന് ശേഷം ഞങ്ങൾ വീണ്ടും തുടങ്ങി കറക്കം. ഇനി നമ്മൾ നേരെ പീക്കു പാർക്കിലേക്ക്. ഇവിടെ നിന്ന് ഒരു 5 മിനിറ്റ് മതി. അവിടെ ഫുൾ ബേർഡ്സ്, അനിമൽസും ബേർഡ്സൊക്കെയാണ്. ബാക്കി കാഴ്ചകൾ അവിടെ ചെന്നിട്ട് കാണാം. ഇന്നലത്തെ അപേക്ഷിച്ച് ഇന്ന് നല്ല കാലാവസ്ഥയായിരുന്നു. ചൂടേ ഉണ്ടായിരുന്നില്ല. ഇന്നലെ ഞങ്ങൾ വന്ന സമയത്ത് ഒട്ടും സഹിക്കാൻ പറ്റാത്ത അവസ്ഥ. ഇന്ന് വെയിൽ അത്ര ഉണ്ടായിരുന്നില്ല. നല്ല സുഖമായിരുന്നു. അതെ, തണുപ്പ് തുടങ്ങി. 5 മണി ആയില്ലേ? ഇനി അവിടെ നിന്ന് അങ്ങോട്ട് തണുപ്പങ്ങിയാണ്. ഇടയ്ക്ക് ഞങ്ങൾ ചായ കുടിച്ചു. ചായ, ബജി അല്ലേ. ഇനി ഇവിടെ വല്ല സ്ട്രീറ്റ് ഷോപ്പിംഗ് അങ്ങനെ വല്ലതും ഉണ്ടോ നോക്കണം. അങ്ങനെ പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, ചെറിയ രീതിക്ക് ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മൾക്ക് ഇവിടെ മെയിനായിട്ട് വാങ്ങിക്കേണ്ടത് ഗാർലിക് അല്ലേ. ഗാർലിക്, ക്യാരറ്റൊക്കെ മേടിച്ചിട്ട് വേണം നാളെ പോകാനായിട്ട്. പക്ഷെ കണ്ടതേ ഇല്ല. നോക്കണം, അന്വേഷിച്ച് നോക്കണം. ഇവിടെ വന്നിട്ട് അത് വാങ്ങിക്കാതെ പോണത് മോശമല്ലേ. ക്യാരറ്റൊക്കെ നല്ല ഫ്രഷ് ക്യാരറ്റായിരിക്കും, ഗാർലിക് ആണെങ്കിലും. അപ്പോൾ പീക്കു പാർക്ക് എത്തി. ഫുൾ അനിമൽസ് ആണ്. ഫോട്ടോ പോസ്റ്റ് ചെയ്യാം. ഇതാണ് എൻട്രി. ടിക്കറ്റ് എടുക്കണം. ഒരാൾക്ക് 300 ആണ്. 300 അല്ലേ? അയ്യോ, എല്ലാം പുറത്താണ് കേട്ടോ. മോള് വരുന്നില്ല. ഭയങ്കര പേടിയാണ് അവൾക്ക്. കാരണം നായ്ക്കുട്ടികളെല്ലാം പുറത്തിങ്ങനെ കളിച്ചോണ്ടിരിക്കുക. അതാണ്ടില്ലേ, ഒരുപാടുണ്ട്. ഇവിടെ നോക്ക്, 3 പേരും കൂടെ കളിക്കുന്നത്. ഇവിടെ അടിപൊളിയാണ്. മിന്നോ പോണ്ടേ? അടുത്ത് പോണ്ട. കുട്ടികൾ കളിക്കുന്ന കണ്ടില്ലേ? പോ. ഐ ആം സ്കാർഡ്. ചെറിയ കുട്ടികളെല്ലാം പോകുന്നുണ്ട്. ചെറിയ കുട്ടികൾ പോകുന്നുണ്ട്. പക്ഷെ എൻ്റെ മക്കൾക്ക് ഭയങ്കര പേടിയാണ്, ഇത്രയും വലുതായിട്ടും. ഇത് എന്താണ്, കോഴിയാണോ? അതെ, ഞാൻ ഇപ്പോഴാണ് കണ്ടത് കേട്ടോ. ബോർഡ് ഇപ്പോഴാണ് കണ്ടത്. വെളിയിൽ വന്നാലും ഒന്നും ചെയ്യില്ലടി. ഇതൊക്കെ പുറത്തിറങ്ങിയല്ലോ. ഓ, പുറത്ത് അവർ തുറന്നു വിട്ടതാ തോന്നുന്നുണ്ട്. വലിയ ആടൊക്കെ ഉണ്ട് ഇവിടെ. നിറയെ മിന്നോ ആട്ടിൻ കുട്ടികളെ നോക്കി. ഇവിടെ വാ, പേടിച്ച് നിൽക്കാതെ കുട്ടി വാ. മിന്നോ ഇവിടെ വാ. അവള് പേടിച്ചിട്ട് എടി അതൊന്നും ചെയ്യില്ല. അങ്ങോട്ട് വാ. എന്ത് ഭംഗിയാണ് നോക്ക്. ഇതുപോലെ ആടൊക്കെ കണ്ടിട്ട് കുറേ ആയില്ലേ. ഇത് കാണുമ്പോൾ എനിക്ക് പെട്ടെന്ന് ആട് ജീവിതം ഓർമ്മ വരുന്നു. കാരണം നമ്മൾ ഈ നാട്ടിൽ അങ്ങനെ ഇരിക്കാത്തതുകൊണ്ട് അങ്ങനെ ആടിനൊന്നും കാണാറില്ല. പെട്ടെന്ന് പൃഥ്വിരാജിന് ഓർമ്മ വന്നുകൊണ്ട് എനിക്ക്. തുടങ്ങി. ഇതാ മോളിലെ പാട്ട് തുടങ്ങി. അവള് ഓരോ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് അപ്പ പാട്ട് ഇടുന്ന ആളാണ്. ഇപ്പൊ ഞാൻ ആടുജീവിതം പൃഥ്വിരാജ് എന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് പെരിയോനെയും പാട്ട് വന്നതാണ്. ഇതേ പാട്ടുകാരി. ആ പാട്. മതി വാ. തന്നെ ചെറിയ കുട്ടിയാണത്. ഇവര് അമ്മയും മക്കളാണ് കേട്ടോ. ഈ അമ്മയുടെ 2 കുട്ടികളാണ് ഇത്. അടുത്തത് ഇത് കാണുമ്പോഴും ആദ്യം പാട്ട് പാടുമെന്ന് അറിയില്ല. പെരിയോനെ പാട്ട്. എടി നിനക്ക് ഒട്ടകത്തിനെ കാണുമ്പോ പെരിയോനെ പാട്ട് വരുന്നില്ലേ? വൈ പാടുകൂട്ടാ.
ഇതാ ഒരാട് പുറത്ത് ചാടാൻ റെഡിയായി നിൽക്കുന്നുണ്ട്. കാണുമ്പോൾ പേടിയാവുന്നുണ്ട്. കൊമ്പ് കാണുമ്പോൾ ഒന്നും ചെയ്യില്ല അല്ലേ സുരേട്ടാ? തൊട്ട് നോക്ക് സുരേട്ടാ, തൊട്ട് നോക്ക് പ്ലീസ്. നോക്ക്, അടുത്ത് പോയിട്ട് നോക്കട്ടെ, നോക്കട്ടെ, തൊട്ട് നോക്ക് സുരേട്ടാ. ഇല്ലല്ലേ, ഇതിങ്ങനെ കുറച്ച് ഓപ്പണായി വെച്ചത് കൊണ്ടേ കാണുമ്പോഴും പേടി. അല്ലല്ലേ നമ്മൾ ചില സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ഫുൾ കവർ ചെയ്തിട്ടുണ്ടാവുമല്ലോ. ഇത് ഭയങ്കര ഓപ്പണായി വെച്ച കാരണം. അടുത്തത് പശുക്കുട്ടികളാണ് തോന്നുന്നു അല്ലേ? പ്രാവയ്ക്കുണ്ട്. ഇവര് ഭയങ്കര റൊമാൻസ് ആണ്. നല്ല ഭംഗിയുണ്ടല്ലോ, കളർ നോക്ക്, കഴുത്ത് കളക്കണം നോക്ക്. മോള് കണ്ടോ അവിടെ ബ്ലാക്ക് ഡ്രസ്സ് ഇട്ടിട്ടിരിക്കുന്നത്? പേടിച്ചിട്ട് വരുന്നതേ ഇല്ല. മിന്നോ അതാ ഭയങ്കര പേടിയാണ്, വരുന്നതേ ഇല്ല, അവിടെ തന്നെ നിൽക്കുക. മിന്നോ ഡീ മിന്നോ, അവിടെ നിറയെ പ്രാവുണ്ടായിരുന്നു, എന്ത് ഭംഗിയായിരുന്നു അറിയോ? റാബിറ്റ് കണ്ടോ? എല്ലാം തുറന്നു വെച്ചിട്ടുണ്ട് അല്ലേ? വാ വാ വാ. ഇത് വേറൊരു ടൈപ്പ്. ഇത് എലിയാണോ? അല്ലല്ല, പിഗാണ്. പിഗ് കുട്ടികളാണ്. പന്നിക്കുട്ടികളാണെന്ന് പറയുന്നത്. എലിക്കുട്ടികളെ പോലെ ഉണ്ട്. ഞാൻ എലിയാണെന്ന് വിചാരിച്ചത്. കണ്ണൊക്കെ കാണുമ്പോഴേ ശരിക്കും എലി. പന്നിക്കുട്ടികളാണ്. ഇതും പന്നിക്കുട്ടികളാണ്. കറുപ്പിൻ്റെ നോട്ടം അങ്ങോട്ട് ശരിയല്ല. ആള് ഒരു കള്ള ലക്ഷണം ഉണ്ട്, കണ്ടില്ലേ? എവിടെ? ഈ പാർക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാം ബേഡ്സിനെയും ഒക്കെ തുറന്നു വിട്ടിരിക്കുകയാണ്. തുറന്ന് അങ്ങനെ ഫുൾ ഓപ്പൺ അല്ലെങ്കിലും പകുതി അടച്ചിട്ട് പകുതി തുറന്നിരിക്കുക. അതുകൊണ്ട് നമ്മൾക്ക് അവരെ നല്ലപോലെ കാണാൻ പറ്റും. ഇവിടെ ഫുള്ള് പാരറ്റ്സാണ്. ഇത് സാനിറ്റൈസർ ആണ്. നമ്മളിതിൽ കാല് മുക്കിക്കണം പോകാൻ. ബേഡ്സിന് ഇൻഫെക്ഷൻ ആവാതിരിക്കാനാണ്. നമ്മളിങ്ങനെ കാല് മുക്കിയിട്ട് വേണം ഉള്ളിലോട്ട് പോകാൻ. രണ്ടാളും വരുന്നതേ ഇല്ല. ബേഡ്സ് മേലെ ചാടുന്ന് പറഞ്ഞിട്ട് മിന്നു കരയുന്നുണ്ട്. എവിടെ മിന്നു? കരഞ്ഞിട്ട് കൈ പിടിച്ച് വലിച്ചപ്പോൾ കരച്ചിൽ പേടിച്ചിട്ട്. ഫുള്ള് തുറന്ന് വിട്ടിരിക്കുക. നമ്മൾക്ക് എന്തെങ്കിലും കഴിക്കാനൊക്കെ കൊടുക്കാം. തലയിലൊക്കെ നിൽക്കുമോ? അയ്യോ നിൽക്ക്. താഴെ നോക്ക്, താഴെ നിറയെ ഉണ്ട്. ഇല്ലല്ല, ഇല്ലല്ല. എന്ത് രസമല്ലേ? യെല്ലോ കളറിൽ നല്ല ഭംഗിയുണ്ട്. എല്ലാവരും കയ്യിലും തോളിലൊക്കെ വെക്കുന്നുണ്ട്. എനിക്ക് ആഗ്രഹമുണ്ട്. നമ്മൾ കയ്യിൽ എന്തെങ്കിലും എടുത്തു കഴിഞ്ഞാൽ ഉടനെ പറന്നു വരും കേട്ടോ. ചേട്ടൻ്റെ കയ്യിൽ അരിയല്ലേ അത്? എന്നാ സീഡ് അത്? എന്നാ സീഡ്? സൺഫ്ലവറാ? ഓ, സൺഫ്ലവർ സീഡ് കയ്യിൽ വെച്ച ഉടനെ ചേട്ടൻ്റെ തോളിൽ വന്ന് നിന്നു. ചേട്ടൻ സീഡ് മുഴുവൻ താഴെ ഇട്ടു പേടിച്ചിട്ട്. ഞാനൊന്ന് ട്രൈ ചെയ്താലോ ചേട്ടാ? കൈ വെച്ച് നോക്കട്ടെ. കൊത്തുന്ന പേടി. തൊട്ട് നോക്കട്ടെ. അയ്യോ വേണ്ട. നമ്മൾ കയ്യിൽ എന്തെങ്കിലും എടുത്താൽ മാത്രമേ വരുള്ളൂ, അല്ലെങ്കിൽ കയ്യിൽ വരില്ല. അവർ സൺഫ്ലവർ സീഡൊക്കെ കൊടുക്കുക കഴിക്കാൻ. ഭയമാർക്ക്. ഇവിടെ കുറച്ച് വലിയ തത്തകളാണല്ലേ?
ഇത് നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന പോലത്തെ പച്ചപ്പനന്തത്തെ അല്ലേ? ഭയങ്കര സൗണ്ട്, ഭയങ്കര സൗണ്ട് അവിടെ. പച്ച തത്തേനെ കാണാൻ നല്ല ഭംഗിയില്ലേ? എന്ത് രസം നോക്കി. ഓരോ തത്തയ്ക്കും പേരുണ്ട് കേട്ടോ. പേര് വിളിച്ചിട്ടാണ് കൊടുക്കുന്നത്. അക്ക എന്നാ പേരക്ക? പേര് ഇരിക്കാ? നീങ്ക പേര് പേര് ആലിയുവാ? ഓ എന്നാ? റാഗി മോജോ. ഇവരുടെ പേരാണ് റാഗി മോജോ. നല്ല പേരാണല്ലോ. അപ്പം നമ്മൾ ബേഡ്സിനെ തൊടുന്നത് കൊണ്ടാണ് ഫസ്റ്റ് സാനിറ്റൈസർ കാലിലാക്കിയിട്ട് വന്നത്, ഇൻഫെക്ഷൻ ആവാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെയും ബേഡ്സ് ഉണ്ട്. പോവാം. 300 രൂപയ്ക്ക് ശരിക്ക് ബേഡ്സാണ് കേട്ടോ. കാരണം കുറേ കാണാനുണ്ട്. ആ റെഡ് കളർ നോക്ക്, നല്ല ഭംഗിയില്ലേ? റെഡ് കളറിൽ ഇത് ഈ ആൻറ്റിയുടെ തലയിൽ 2 റെഡ് നിൽക്കുന്നുണ്ട്. പേടിയില്ല തോന്നുന്നു അവർക്ക്. ഇത് പൊട്ടില്ല പീസ്. ഇത് നോക്കൂ, നല്ല ഭംഗിയില്ലേ? റെഡ് ആൻഡ് ഗ്രീൻ. ഭയങ്കര സൗണ്ടാണ്. നോക്കി നിൽക്കുന്നുണ്ട്. ഇപ്പം പറന്ന് തലയിൽ വന്ന് നിൽക്കുമെന്ന് അറിയില്ല. ഈ റെഡാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത്. ഹായ് ആദി, മിന്നു. ഞങ്ങൾ ബേഡ്സിനെ കണ്ടിട്ട് പുറത്ത് വന്നതാണ്. ഇവർ ഒരു ഹാഫ് ആൻ അവർ മേലെയായി പുറത്ത് നിൽക്കുക. കാരണം ഇവർ രണ്ടാളും ഉള്ളിൽ വന്നില്ല, പേടിച്ചിട്ട്. ഞാനും ചേട്ടനും മാത്രമേ പോയുള്ളൂ. എങ്ങനെയുണ്ടായിരുന്നു സുരേട്ടാ? നന്നായിട്ടുണ്ടായിരുന്നു അല്ലേ? ശരിക്കും ആ ബേഡ്സിൻ്റെ ഭയങ്കര ഇഷ്ടമായിട്ടോ. കാരണം നമ്മളെപ്പോഴും ഇങ്ങനെ ഓപ്പൺ ആയിട്ട് പോവില്ലല്ലോ. പക്ഷേ ഇത് നന്നായിട്ടുണ്ടായിരുന്നു. ആദി ഫോട്ടോ പോസിന് വേണ്ടി ഇരിക്കും. ആദ്യയുടെ ഫ്രണ്ട്. രണ്ടുപേരും ഒരേപോലെ ഉണ്ട്. കൈയൊന്ന് മാറ്റി. ശരിക്കും ഫേസിൽ ഒരേപോലെ ഉണ്ട്. നമുക്ക് അവൾ അതേപോലെ കാണിക്കാം.